Hi, friends. Have a nice day ahead. Now we are going through our second unit, that is genres and types of academic writing. Actually, we have discussed the genres of academic writing like essays, research paper or research article, proposals, case study, and so on. Now we are going through the next genre, that is review of literature. All of you have to take your textbooks, page number 29. Review of literature. Actually, what do you mean by the term review of literature? Imagine that you are going to submit a project work or an assignment, and you want to study further research, or you want to study more deeply about the topic. For that purpose, you have to refer the previous works which are discussing the same topic. Actually, this is called as review of literature. നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്, നിങ്ങളുടെ റിസർച്ച് വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച്, നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ, അതേ ടോപ്പിക്കിനെ കുറിച്ച് ഇതിനു മുമ്പ് സെവറൽ പീപ്പിൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടാവുന്ന കുറേ റൈറ്റപ്സ് ഉണ്ടാവും. അതിനെയൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുന്നതിന്, റിവ്യൂ ചെയ്യുന്നതിന്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്, അനലൈസ് ചെയ്യുന്നതിന്, അതിൽ നിന്ന് ഫൈൻഡിങ്സ് കണ്ടെത്തുന്നതിന്, അതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്തുന്നതിന് ഒക്കെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. യുവർ അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ് can be considered as your entry into an ongoing conversation on your topic. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഓൺഗോയിങ് കോൺവെർസേഷൻ നടക്കുമ്പോൾ അതിലേക്കുള്ളൊരു എൻട്രിയാണ് ദിസ് അക്കാഡമിക് റൈറ്റിംഗ് ജാനർ, ദറ്റ് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. You know, several people would have already brought out their views on the topic you are investigating. So many people would have already brought out their views on your topic. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് റൈറ്റേഴ്സ് ഇതിനു മുൻപ് തന്നെ അവരുടെ വ്യൂസ് റൈറ്റിങ്സിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. To understand how other students and scholars approached your topic, you need to read others' views on your topic. To understand how other people approached your topic, you have to read their views on your topic. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് മറ്റുള്ള സ്കോളേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എങ്ങനെ ആ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്തു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റീഡ് ദെയർ വ്യൂസ് ഓൺ യുവർ ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് അവരുടെ വ്യൂസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ വായിക്കണ്ടേ? അപ്പോഴല്ലേ അവരുടെ ആ ഒരു വ്യൂ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. Actually, the word literature in review of literature refers to previous written works on a particular area of study or a topic. Literature review എന്ന വേർഡ്, എന്ന ടേമിലുള്ള ലിറ്ററേച്ചർ എന്ന വേർഡ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടു പ്രീവിയസ് റിട്ടൺ വർക്ക്സ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള പ്രീവിയസ് റിട്ടൺ വർക്ക്സ് ആണ് ലിറ്ററേച്ചർ. ദിസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന ടേമിലുള്ള ലിറ്ററേച്ചർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പ്രീവിയസ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റഡി ഓർ ടോപ്പിക്കിനെ കുറിച്ച് പ്രീവിയസ് ആയിട്ട് എഴുതിയിട്ടുള്ള വർക്ക്സിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ലിറ്ററേച്ചർ? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന ടേമിലുള്ള ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ആയിട്ട് അതേ ടോപ്പിക്കിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വർക്കിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന ടേമിലുള്ള ലിറ്ററേച്ചർ എന്ന വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് റിവ്യൂവിങ് റെലവൻറ്റ് ഏർലിയർ റൈറ്റിംഗ്സ് will help you make your work distinctive.
ഇങ്ങനെ നിങ്ങളൊരു ഏർലിയർ വർക്കിനെ റിവ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് നേട്ടാ കിട്ടുക? ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് യുവർ വർക്ക് വെരി ചെറിഷബിൾ ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്. നിങ്ങളുടെ വർക്കിനെ വളരെ ചെറിഷബിൾ, വളരെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യാനും വളരെ നന്നായിട്ട് ഡിസ്റ്റിങ്റ്റീവായിട്ട് ഡിഫറെൻ്റായിട്ട് അതിനേക്കാളും മികച്ചതായിട്ട് എടുത്തു കാണിക്കാനൊക്കെ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നിങ്ങളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ പറഞ്ഞത്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റെഫേഴ്സ് ദ ഏർലിയർ വർക്ക്സ്. നിങ്ങളുടെ സെയിം ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഏർലിയർ വർക്ക്സ് ആണ് ലിറ്ററേച്ചർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ലിറ്ററേച്ചർ ഇങ്ങനെയുള്ള വർക്ക്സിനെ റിവ്യൂ ചെയ്യുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുക. To know how other scholars approached your topic, it is necessary that you read relevant literature or previous works on the same topic. Okay. Through this, you can establish the distinctiveness of your work. Okay. So, literature review is an important component in a research paper. In simple terms, it is the summary of relevant previous writings on a topic under discussion. It may be a survey book, it may be journal article, it may be other formal writings on the topic and so on. ഇല്ലേ? ജേണൽ ആർട്ടിക്കിളോ പുസ്തകങ്ങളോ മറ്റ് ഫോമലായിട്ടുള്ള എഴുത്തുകളോ ഒക്കെ ആയിരിക്കാം ഈ ലിറ്ററേച്ചർ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള ലിറ്ററേച്ചർ. അതിനെ നമുക്ക് റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിസ്പ്ലേയിങ് യുവർ നോളജ് ഓഫ് ദ സബ്ജക്റ്റ്. നിങ്ങൾക്ക് ആ ഏരിയയിൽ, നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയയിൽ എത്രത്തോളം നന്നായിട്ട് നോളജ് ഉണ്ട് എന്നുള്ളതും നിങ്ങളുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കാണിക്കുന്നുണ്ട്. ആൻഡ് യു നോ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഷുഡ് കവർ ദ ബ്രോഡ് ഏരിയ ഓഫ് ദ റിസർച്ച് ടോപ്പിക്. നിങ്ങളുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എപ്പോഴും നിങ്ങളുടെ ടോപ്പിക്കിനെ വളരെ ബ്രോഡായിട്ട് കവർ ചെയ്തിരിക്കണം. ആൻഡ് പിന്നെ എന്തൊക്കെയായിരിക്കണം? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സർവേസ് ലിറ്ററേച്ചർ ദാറ്റ് ഇസ് കറൻറ്റ്. ഇപ്പോൾ കറൻ്റായിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം. ആൻഡ് ഓൾസോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ടേക്സ് ഇൻ ടു അക്കൗണ്ട് വർക്ക്സ് റെലവൻറ്റ് ടു ദ ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക്കിനെ പറ്റിയുള്ള മറ്റു ഏതൊക്കെ ബുക്കുകളാണ്, ഏതൊക്കെ വർക്ക്സ് ആണ് ഇതേ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. And a review of literature does not leave out any significant work in the field. ഈ ഫീൽഡിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിനെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുമ്പോൾ. ആൻഡ് യുവർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ലുക്സ് അറ്റ് ദ പ്രീവിയസ് റൈറ്റിംഗ്സ് വിത്ത് എ ക്രിറ്റിക്കൽ ഐ. നിങ്ങളെപ്പോഴും നിങ്ങളുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ ഒരു ക്രിറ്റിക്കൽ ഐ വെച്ചിട്ടായിരിക്കണം, വിമർശനാത്മകമായിട്ടായിരിക്കണം നിങ്ങൾ കാണേണ്ടത്. വിമർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അനലൈസ് എന്ന മീനിങ് ആണ് കേട്ടോ. സോ നിങ്ങൾ ഒരു റൈറ്റപ്പ് വായിക്കുമ്പോൾ അതിനെ നിങ്ങൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സ്, നിങ്ങൾ രണ്ട് വശവും പരിശോധിച്ചിട്ടാവണം റിവ്യൂ ചെയ്യേണ്ടത്. ആൻഡ് ടു യൂസസ് ടെക്നിക്സ് ഓഫ് റെഫറൻസിങ് ടു ഷോ ഡീറ്റെയിൽസ് ഓഫ് ദ വർക്ക്സ് റിവ്യൂഡ്. നിങ്ങൾ റിവ്യൂ ചെയ്ത വർക്ക്സ് ഏതൊക്കെയാണെന്ന് റെഫറൻസിലൂടെ നിങ്ങൾ ലാസ്റ്റ് കാണിക്കുകയും വേണം. നിങ്ങളുടെ റിസർച്ച് വർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ നിങ്ങൾ റെഫർ ചെയ്ത ബുക്സ് ഏതൊക്കെയാണ്, നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയ ബുക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ റെഫറൻസിൽ ലാസ്റ്റ് പബ്ലിഷ് ചെയ്യും വേണം. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. സോ എന്തൊക്കെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. Several people might have already written in their view on the topic you are investigating. To know other scholars approached the same topic,
you need to read relevant previous works on it, and it will help you to establish the distinctiveness of your work. Literature review is an important component in a research paper. So, research paperൽ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് മുമ്പേ കുറേ ആളുകൾ എഴുതിയ വർക്ക്സിനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിനെ റിവ്യൂ ചെയ്യുന്നതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ നോളജിൻ്റെ ഡെപ്ത് കൂട്ടാൻ അത് സഹായിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ വർക്കിനെ ഡിസ്റ്റിങ്റ്റീവായിട്ട് വേറിട്ട് നിർത്താനും നിലനിർത്താനൊക്കെ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ്, നമുക്കറിയാം റിസർച്ച് ചെയ്യുമ്പോഴാണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറൊക്കെ ചെയ്യേണ്ടത്. സോ റിസർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റീസേർച്ച്. ഒരു കാര്യത്തിന് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുവാണ്. സോ നമ്മൾക്ക് അതുവരെ എക്സിസ്റ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രം ഉണ്ടായാൽ പോരാ. വി ഹാവ് ടു നോ ദ ഡീപ്പ് നോളജ്. നമ്മൾ ഡീപ്പായിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡെപ്തിൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിസർച്ചിൻ്റെ റിസർച്ച് പേപ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, now we are going to the next genre, that is dissertation or thesis. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലൊക്കെ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ PG ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന ഫൈനൽ പ്രോജക്റ്റ് വർക്കിനെയാണ് ഡിസർട്ടേഷൻ എന്ന് പറയുക. അതേപോലെ നമ്മൾ PhD ചെയ്യുമ്പോൾ, ഡോക്ടറൽ ഡിഗ്രി ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന ഫൈനൽ വർക്കിനെയാണ് തീസിസ് എന്ന് പറയാം. രണ്ടും പ്രോജക്റ്റ് വർക്കാണ്. രണ്ട് വർക്കിൻ്റെയും സ്ട്രക്ചർ ഒരേപോലെ സെയിം ആയിരിക്കും. എന്നാൽ PGയുടെ ഡിസർട്ടേഷൻ്റെ അതിനേക്കാളും ലെങ്തിയർ ആയിരിക്കും PhDയുടെ ഡിസർട്ടേഷൻ ഓർ തീസിസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ആണ് ഡിസർട്ടേഷൻ PG ചെയ്യുമ്പോഴുള്ള ഫൈനൽ വർക്കും തീസിസ് PhD ചെയ്യുമ്പോഴുള്ള ഫൈനൽ വർക്കും. എന്നാൽ പല കൺട്രീസിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു വേർഡിനെ യൂസ് ചെയ്യുന്നത്. എന്നാൽ പേർപ്പസ് എല്ലാം ഒന്ന് തന്നെയാണ്. നോക്കാം. ജസ്റ്റ് ലിസൺ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. The words dissertation and thesis are often used interchangeably to refer to the mandatory final project in certain academic programs. I told you that the words dissertation and thesis, ഈ രണ്ട് വേർഡ്സും are often used interchangeably. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി? to refer to the mandatory final project. എന്തിനെ റെഫർ ചെയ്യാനാണ് ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത്? the final projects in certain academic programs. certain academic programsൽ ഇപ്പോൾ നമുക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെസേർട്ടേഷൻ ചെയ്യാനില്ല, പ്രോജക്റ്റ് വർക്ക് ഫൈനൽ ഇയറിൽ പ്രോജക്റ്റ് വർക്ക് ഉണ്ടാവും. അതേപോലെ PG പഠിക്കുമ്പോഴും നമ്മൾ PhD ചെയ്യുമ്പോഴും ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള ഫൈനൽ പ്രോജക്ട്സിനെയാണ് ഡെസേർട്ടേഷൻ തീസിസ് എന്നൊക്കെ പറയുന്നത്. ഇത് പല കൺട്രീസിലും ഡിഫറെൻ്റ് ആയിട്ടാണ്. PG ചെയ്യുമ്പോഴുള്ള ഡെസേർട്ടേഷൻ, PhD ചെയ്യുമ്പോഴുള്ള തീസിസ്. എന്നാൽ UK PG ചെയ്യുമ്പോഴുള്ളത് തീസിസ്, PhD ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഫൈനൽ വർക്കിന് ഡെസേർട്ടേഷൻ എന്ന് പറയും. ഇങ്ങനെ കൺട്രി വൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. The names are used in different ways in different places. For instance, example, in the universities and colleges in the United States. US-ൽ എങ്ങനെയാണ്? US-ലെ യൂണിവേഴ്സിറ്റീസിലും കോളേജസിലുമൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? A thesis is the final project of master's degree and dissertation is submitted for a doctoral degree. Whereas in the United Kingdom, a thesis is submitted for a doctoral degree and a dissertation for a master's project. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് US-ലെല്ലാം
തീസിസ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി അഥവാ പി ജി ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിനെയാണ് തീസിസ് എന്ന് പറയുന്നത്. എന്നാൽ PhD ഡോക്ടറൽ ഡിഗ്രി ചെയ്യുമ്പോഴുള്ള പ്രോജക്റ്റിനെയാണ് ഡിസേർട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ UK നേരെ തിരിച്ചാണ്. തീസിസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെയാണ്. തീസിസ് എപ്പോഴും ഡോക്ടറൽ ഡിഗ്രി PhD ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാണ് തീസിസ്. അതേപോലെ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ PG ചെയ്യുമ്പോഴുള്ളതാണ് ഡിസേർട്ടേഷൻ, ലൈക്ക് ഇന്ത്യ. Then the structure followed in both is similar, although there are differences in the number of pages. ഡിസേർട്ടേഷൻ്റെയും തീസിസിൻ്റെയും അല്ലെങ്കിൽ PG ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെയും PhD ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെയും സ്ട്രക്ചർ സെയിം ആണ്. ബട്ട് നമ്പർ ഓഫ് പേജസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എ ഡോക്ടറൽ തീസിസ് ഓർ ഡിസേർട്ടേഷൻ ഇസ് യൂഷ്വലി ലെങ്തിയർ കമ്പയർഡ് ടു എ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ്. അത് നമുക്കറിയാം ഇല്ലേ? ഒരു മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് PGയുടെ ഒരു പ്രോജക്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ PhDയുടെ പ്രോജക്റ്റ് കുറച്ചുകൂടെ ലെങ്തിയർ ആയിരിക്കും. കാരണം PG എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക്കിൽ മാസ്റ്റർ ആവുന്നതാണ്. എന്നാൽ PhD എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പിക്കിൽ ഡോക്ടർ ആവുന്നതാണ്. സോ ഡോക്ടറേറ്റ് നേടുന്നതാണ്. സോ മാസ്റ്റർ ആവുന്നതിനേക്കാളും ഹയർ ലെവലാണ് ഡോക്ടറേറ്റ് നേടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മാസ്റ്റേഴ്സ് പ്രോജക്റ്റിനേക്കാളും PhD ഡോക്ടറൽ പ്രോജക്റ്റ് ലെങ്തിയർ ആയിരിക്കും. ആൻഡ് dissertations or theses are reports of research work carried out by scholars. നമ്മൾ പറഞ്ഞതാണ് സ്കോളേഴ്സ് എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യുന്ന ആളിനെയാണ് സ്കോളർ എന്ന് പറയുക. സോ ഒരു റിസർച്ച് സ്കോളർ ക്യാരി ഔട്ട് ചെയ്യുന്ന റിസർച്ച് വർക്കിൻ്റെ റിപ്പോർട്ടാണ് ഡിസേർട്ടേഷൻ അല്ലെങ്കിൽ തീസിസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ടിനെയാണ് നമ്മൾ ഡിസേർട്ടേഷൻ അല്ലെങ്കിൽ തീസിസ് എന്ന് പറയുന്നത്. സോ ഐ എം റിപ്പീറ്റിംഗ്, dissertation or thesis are reports of research work done by the scholars. These words are differently used in different countries. Okay, a doctoral thesis or dissertation is usually lengthier than a master's project. And listen here, സയൻസിലും സോഷ്യൽ സയൻസിലുമെല്ലാം തീസിസ് ഓർ ഡിസേർട്ടേഷൻ എന്ന് പറയുന്നത് ഫോളോവിങ് സെക്ഷൻസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് തീസിസ് ഓർ ഡിസേർട്ടേഷൻ ഞാൻ പറയുന്ന കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻ ഫോളോ ചെയ്ത് വേണം സയൻസും സോഷ്യൽ സയൻസ് തീസിസും ഡിസേർട്ടേഷനും എല്ലാം പബ്ലിഷ് ചെയ്യാൻ. ഏതൊക്കെയാണ് ആ സെക്ഷൻസ്? ഫസ്റ്റ് വൺ, ടൈറ്റിൽ പേജ്. ഒരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കണം. അബ്സ്ട്രാക്റ്റ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഉണ്ടായിരിക്കണം. ഇൻട്രോഡക്ഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കണം. ഒരു മെത്തഡോളജി, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കണം. അത് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഉണ്ടായിരിക്കണം. റിസൾട്ടിന് ശേഷം ഡിസ്കഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ റെഫറൻസസ് ഓർ ബിബ്ലിയോഗ്രഫി, നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ ഏതൊക്കെ വർക്ക്സിനെ റെഫർ ചെയ്തു എന്നുള്ള റെഫറൻസും ബിബ്ലിയോഗ്രഫിയും ഉണ്ടായിരിക്കണം. സോ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് thesis or dissertation, the following sections are found. First one, title page. Second one, abstract. Third one, introduction. Fourth one, review of literature. Fifth one, methodology. Sixth one, results. Seventh one, discussion or findings. And last one, references or bibliography. Minor variations can be found in different universities and different countries. ചില മൈനർ വേരിയേഷൻസ്, ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ചില രാജ്യങ്ങളിലെ ഫോമാറ്റിനൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് dissertation or thesis. Now we have discussed
the genres of academic writing. First of all, we have discussed essays, then we have discussed research paper, next one proposals, then case study, next one review of literature, and last one dissertation or thesis. So these are all genres of academic writing. ഈ ഒരു ജാനേഴ്സിന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇറ്റ് ഈസ് വെരി കോംപ്രിഹെൻസീവ്. ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് വെരി കോംപ്രിഹെൻസീവ്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുവാണ്. ആൻഡ് the next topic we have to cover that approaches to academic writing. academic writingന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഡിഫറെൻ്റ് അപ്രോച്ചസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് we have to take it on the next session. Now it is enough for this session, and let me wind up this session. All of you have to take care of your health. Stay healthy, stay safe, be safe. Bye.